ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തിയെ കാത്തിരിക്കുകയാണ് മൈഥിലി മുറിയിൽ. മീനാക്ഷിയെ കരയിപ്പിക്കണം. അതിന് ഈ വേഷമല്ല, ഇതിനപ്പുറത്തെ വേഷവും ഞാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് മൈഥിലി. ഇപ്പോൾ വരുമായിരിക്കും എൻ്റെ കാർത്തിയെ എനിക്ക് കൈപിടിച്ച് മുറിയിലേക്ക് സ്വീകരിക്കണം എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു. എന്നാൽ അവിടേക്ക് ആദ്യം വന്നത് മീനാക്ഷി കാർത്തിയെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാർത്തിയുടെ കൈ പിടിച്ച് മീനാക്ഷി മുറിയിലേക്ക് കൊണ്ടുവന്നു. ഇതെന്താ സാറ്റ് കളിയുമെന്ന് മൈഥിലി ചോദിക്കുന്നു. സാറ്റ് കളിയും കീറ്റുകളിയും ഒന്നുമല്ല, ഇതാണ് അന്താലോകം. ഒരു അലവലാതിയും കാണണ്ടല്ലോ, വാ എന്ന് പറഞ്ഞ് മീനാക്ഷി കാർത്തിയെ മുറിയിലേക്ക് കൊണ്ടുവന്നു. മൈഥിലി തടഞ്ഞിട്ട് പറയുന്നു, നീ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കാൻ പോവുകയാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മുത്തശ്ശിയെ വിളിക്കുമെന്ന് മൈഥിലി. ഞാൻ ഇവിടെ കിടക്കണമെന്നില്ല, ഞാൻ എൻ്റെ കാർത്തിയേട്ടനെ ഇവിടെ കിടത്താൻ വന്നതാണ്. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന് മീനാക്ഷി. അങ്ങനെ കാർത്തിയെ ബെഡിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവിടെ കിടക്കാൻ പറയുകയാണ് കാർത്തി. താങ്ക് യു മീനാക്ഷി എന്ന് കാർത്തി മീനാക്ഷിയോട് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് മീനാക്ഷി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷിയുടെ കയ്യിൽ പിടിക്കുകയാണ് കാർത്തി. മീനാക്ഷി പതിവുള്ളത് തരണേ എന്ന് ചോദിക്കുന്നു. തരുവല്ലോ, ഐ ലവ് യുഡാ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി മൈഥിലിയുടെ മുന്നിൽ വെച്ച് തന്നെ കാർത്തിക്ക് ഒരു ചുംബനം കൊടുക്കുന്നു. ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മൈഥിലി. നാണവും മാനവും കെട്ടവര് എന്നൊക്കെ മൈഥിലി പറയുന്നു. കാർത്തി ഇപ്പോൾ മീനാക്ഷിയുടെ കയ്യിലും ചുംബനം കൊടുത്തു, അതും മൈഥിലിയുടെ മുന്നിൽ വെച്ച്. ഇനി എൻ്റെ കുട്ടിമാള് പോയി സുഖമായിട്ട് ഉറങ്ങിപ്പോ എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി മൈഥിലി കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നു, എൻ്റെ കുട്ടനും സുഖമായിട്ട് ഉറങ്ങിക്കോടാ എന്നൊക്കെ. ദേഷ്യത്തോടെയും വെറുപ്പോടെയും ഒക്കെ ഇത് കണ്ടു നിൽക്കുകയാണ് മൈഥിലി. വീണ്ടും കാർത്തിക്ക് മീനാക്ഷി ചുംബനം കൊടുക്കുന്നു. കുട്ടിമാള് വന്ന് ഇറങ്ങിക്കെ, എനിക്ക് ഉറങ്ങണമെന്ന് മൈഥിലി പറഞ്ഞു. രണ്ടുപേരും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷി പോകാൻ തുടങ്ങിയപ്പോൾ കാർത്തി പിന്നിൽ നിന്ന് വിളിച്ചു. ഈ മുറിയിലെ എല്ലാ ജനലും പിന്നെ മുൻവാതിലും തുറന്നിട്ടേക്കെന്ന് കാർത്തി പറഞ്ഞു. അതെന്തിനാണെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു, കാറ്റ് കിട്ടാനാണെന്ന്. അതിന് ഇവിടെ ഫാനില്ലേ, എ സി ഇല്ലേ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു, അതൊന്നും പോരാ, എനിക്ക് ഫ്രഷ് എയർ കിട്ടണം. മുറിയുടെ വാതിലും ജനലും തുറന്നിട്ടാൽ കള്ളപ്പൂച്ച കയറും എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, ഈ വീട്ടിൽ ഒരൊറ്റ കള്ളപ്പൂച്ചയേ ഉള്ളൂ, അത് ഇതിനകത്തുണ്ടല്ലോ. മീനാക്ഷി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ടേ പുറത്തിറങ്ങാവൂന്നും കാർത്തി പറയുന്നു. എനിക്ക് വെളിച്ചം കണ്ടാൽ ഉറക്കം വരില്ല എന്ന് മൈഥിലി. അയ്യോ, എനിക്ക് വെളിച്ചം കണ്ടാലേ ഉറക്കം വരുമെന്ന് കാർത്തി. അങ്ങനെ ഇപ്പോൾ മീനാക്ഷി പുറത്തേക്ക് പോകുന്നു. ഈ സമയം കുഞ്ഞുണരുകയും ചെയ്യുന്നു. കാർത്തിയുടെ തൊട്ടരികിൽ തന്നെ കുഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. മൈഥിലി തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ബെഡിൽ കിടന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കാർത്തിയെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മൈഥിലി ഉറങ്ങി. പതിയെ കണ്ണു തുറന്ന് നോക്കുകയാണ് കാർത്തി മൈഥിലി ഉറങ്ങിയോ എന്ന്. മൈഥിലി ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കാർത്തി കുഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഒരു പില്ലോ എടുത്ത് സൈഡിൽ വെച്ചു. പിന്നെ ആ കണ്ണ് കെട്ടിയ സാധനവും എടുത്ത് മാറ്റിയിട്ട് മെല്ലെ മെല്ലെ അവിടെ നിന്ന് പോവുകയാണ് കാർത്തി വന്ന് പുറത്തെ ആ സോഫയിൽ കിടക്കുന്നു. രാവിലെ ആയിരിക്കുന്നു. ജയറാമും നന്ദിനിയും തമ്മിൽ സംസാരിക്കുകയാണ്. എനിക്ക് ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിൻ്റെ കിരീടമൊന്നും വേണ്ട, അമ്മ ഒരു ജോലി ഏൽപ്പിച്ചു, അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ല, ജോലി ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് അറിയാനായിട്ടാണെന്ന് നന്ദിനി. ജോലി ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് ജയറാം പറയുന്നു. എന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്ന് എന്താണ് നിർബന്ധമെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു, ഒരു പരിധിവരെ ദേവി പറഞ്ഞത് ശരിയാണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വീട്ടിൽ വന്നാൽ ഒരു മതിപ്പുണ്ട്, എല്ലാവർക്കും എൻ്റെ സ്നേഹമായിരിക്കും. സംസാരിച്ചിരുന്ന് ആ കാര്യം മറന്നുപോയി, ദേവിക്ക് മരുന്ന് തരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ജയേട്ടാ, എനിക്ക് മരുന്ന് തരല്ലേ. എൻ്റെ ദേവി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്, മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കാതെ അസുഖം മാറില്ല എന്ന് ജയറാം. എനിക്ക് ഒരു അസുഖമില്ലാത്ത എനിക്ക് എന്തിനാ മരുന്ന് തരുന്നത് എന്ന് നന്ദിനി ചോദിക്കുന്നു. എല്ലാവർക്കും എന്നെ ഒരു രോഗിയായി കാണാനുള്ള തിടുക്കം കാണുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗുളിക കഴിക്കുമ്പോഴാണ് അസുഖം കൂടുന്നത്, അല്ലാത്തപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നും നന്ദിനി പറയുന്നു. പാവം എൻ്റെ ദേവിയെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഇങ്ങനൊരു രോഗമാണ് അവൾക്കുള്ളതെന്ന് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ ജയറാം വിചാരിക്കുന്നു. ജയേട്ടൻ എന്താ മിണ്ടാതിരുന്ന് ആലോചിക്കുന്നത് എന്ന് നന്ദിനി ചോദിച്ചു.
ദേവി, നീ ഈ ഗുളിക കഴിച്ചേ പറ്റൂ. എന്തെങ്കിലും അസുഖമില്ലാതെ ഡോക്ടർ മരുന്ന് തരില്ലല്ലോ. എനിക്ക് ജയറാം പറയുന്നു. ആ സമയം മീനാക്ഷി ഇവിടേക്ക് വരുന്നു. അമ്മ ഇത് പല പ്രാവശ്യമായി പറയുന്നു, ഈ മരുന്ന് കഴിക്കുമ്പോഴാണ് അസുഖമെന്ന്. അതിലെന്തോ കാര്യമുണ്ടായിരിക്കണം. എനിക്ക് മീനാക്ഷി വിചാരിക്കുന്നു. ഞാൻ ആ ഫുഡ് പോയ്സൺ വന്ന് കിടപ്പിലായിട്ട് ഒരാഴ്ചയാകുന്നു. എല്ലാവരും എന്നെ രോഗിയെ ശുശ്രൂഷിക്കുന്നതല്ലാതെ എൻ്റെ രോഗം മാറിക്കാണാൻ ഒരാഗ്രഹവുമില്ല. എന്താണ് ഇങ്ങനെ? എനിക്ക് നന്ദിനി ചോദിക്കുന്നു. എൻ്റെ ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് മീനാക്ഷി വന്നു. ദേവി, മരുന്ന് കഴിക്കുന്നില്ല മോളെ. മരുന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ന്യായമാണ്. അച്ഛൻ മരുന്ന് കൊടുക്കണ്ട, ഞാൻ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തോളാം. അച്ഛനൊന്ന് പോയേന്ന് മീനാക്ഷി പറയുന്നു. അച്ഛനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ഇപ്പോൾ ജയറാം അവിടെ നിന്ന് പോകുന്നു. അമ്മ, ഈ മരുന്ന് കഴിക്കേണ്ട. ഈ മരുന്ന് കഴിക്കുമ്പോഴാണല്ലോ അമ്മയ്ക്ക് അസുഖം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു, എനിക്ക് ഈ മരുന്ന് നല്ല ഒരു മരുന്നും വേണ്ട. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് രോഗം, വോമിറ്റിങ്, മറ്റ് പ്രശ്നങ്ങളും. ശരി അമ്മ, ഇനി മരുന്നേ കഴിക്കുന്നില്ല. പക്ഷേ അമ്മ, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. അത് പിന്നെ പറയാം. അമ്മ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. വരുന്നതിന് എന്താ കുഴപ്പം? എൻ്റെ മോൾ എവിടെ വിളിച്ചാലും അമ്മ വരുമെന്ന് നന്ദിനി. അതുവരെ ആര് ചോദിച്ചാലും മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് മീനാക്ഷി പറയുന്നുണ്ട് അമ്മയോട്. ശേഷം കാണിക്കുന്നത് മീനാക്ഷി ദോശ ഉണ്ടാക്കുകയാണ്. അവിടേക്ക് മൈഥിലി എത്തി. ഇവിടെ കുക്കിങ്ങിലാ. ഈ തക്ക നോക്കി എൻ്റെ കാർത്തിയെ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം, സമയം കളയണ്ട. എനിക്ക് മൈഥിലി വിചാരിച്ച മുറിയിലേക്ക് വന്നു. എന്നാൽ കാർത്തിയെ അവിടെ കാണുന്നില്ല. ഇവൻ ഇവിടെയില്ലേ, എവിടെ പോയി എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. ആ സമയം ബാത്റൂമിൽ ശബ്ദം കേൾക്കുന്നു. കാർത്തി കുളിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട് മൈഥിലി. എന്നിട്ട് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ടവൽ എടുക്കുന്നു. ടവൽ എടുത്താലും ഇല്ലെങ്കിലും വിളിച്ച് ഇത് അവന് കൊടുക്കാമെന്ന് മൈഥിലി വിചാരിക്കുന്നു. എന്നിട്ട് മീനാക്ഷി വിളിക്കുന്നത് പോലെ മൈഥിലി ഇങ്ങനെ ശബ്ദം മാറ്റി വിളിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം ACP വാതിൽ തുറക്ക് എന്ന് വിളിച്ചു. പിന്നെ പറയുന്നുണ്ട് ടവൽ എടുക്കാൻ മറന്നു. ACP കാർത്തിയേട്ട, കാർത്തിയേട്ടൻ്റെ കുട്ടിമാളു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇച്ചിരി മാറി നിന്ന് ചിരിക്കുകയാണ് മീനാക്ഷി. നിന്റെ വട്ടുമൂത്തു, എത്രയും പെട്ടെന്ന് മരുന്ന് കഴിക്കണം. അല്ല, നീ ആരെയായി നോക്കുന്നത്? കാർത്തിയേട്ടനെയാണോ? മൂപ്പര് രാവിലെ 6 മണിക്ക് പോയി, സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. ഓ അതോ, അത് ഞാൻ ചൂടുവെള്ളം പിടിക്കുന്നതാണ് എനിക്ക് കുളിക്കാൻ. ടവൽ എടുത്തു തന്നതിന് താങ്ക് യു. നിന്റെ ഈ മുഖം വിളറി വലിഞ്ഞതുപോലെയായി. ഇങ്ങനെയുമുണ്ടോ ഒരു ചമ്മൽ? മാറടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് മൈഥിലിയെ പിടിച്ച് മാറ്റിയിട്ട് മീനാക്ഷി ആ ബാത്റൂമിലേക്ക് കയറുന്നു. നോൺസെൻസ്, ഇവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മൈഥിലി പറയുമ്പോൾ കതക് തുറന്ന് മീനാക്ഷി വന്നിട്ട് ഒന്നുകൂടി കളിയാക്കി ചിരിക്കുകയും കൂവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൈഥിലി നാണം കെട്ട് നാറി നിൽക്കുകയാണിപ്പോൾ. പിന്നീട് കാണിക്കുന്നത് ആരുടെയും കണ്ണിൽപ്പെടാതെ മാലതി ഇന്ദ്രജയെ ഫോൺ ചെയ്യുന്നു. ഓ, ഇങ്ങനെ ഒരാളുണ്ടോ? ഇത്ര ദിവസമായി മാലു വിളിച്ചിട്ട് എനിക്ക് ഇന്ദ്രജ പറയുമ്പോൾ മാലതി പറയുന്നു, ഇവിടുത്തെ സൗകര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് വേണ്ടേ വിളിക്കാൻ? നീ കുട്ടികളെ വിളിക്കാൻ സ്കൂളിൽ പോകുന്നതല്ലേ? ആ തക്ക നോക്കി ഇങ്ങോട്ട് കയറിയ പോരെ എന്നെ ഇന്ദ്രജ പറയുമ്പോൾ മാലതി പറയുന്നു, അതൊക്കെ അറിഞ്ഞാലേ എൻ്റെ അന്തകൻ തട്ടിക്കളയും. നിനക്ക് അവനെ സാരത്തുമ്പിൽ കെട്ടിയിടാൻ അറിയാഞ്ഞിട്ടാണെന്ന് ഇന്ദ്രജ പറയുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞ് മടുത്ത വിഷയമാണ്. പിന്നെ അവിടുത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളുണ്ടോ എന്നോട് പറയാൻ? ഇത് കേട്ട് മാലതി പറയുന്നു, എന്ത് പറയാനാ, കുടുംബവിളക്ക് ക്യാൻസറായിട്ട് അകത്ത് കട്ടിലിൽ വളഞ്ഞു കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നു, കുടുംബവിളക്കോ, അതാരാണെന്ന്? മാലതി പറയുന്നു, നന്ദിനി മേഡം. അവളെ ഞങ്ങൾ പേഷ്യൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന വിവരം ഇവൾക്ക് അറിയില്ലല്ലോ എന്ന് ഇന്ദ്രജ വിചാരിക്കുന്നു. ചേച്ചി, ഈ നന്ദിനിയുടെ വിവരങ്ങൾ ചേച്ചി അറിഞ്ഞതല്ലേ? ചേച്ചി, ഈ നന്ദിനി ഉടനെ കാണാൻ ചാകുവോ ചേച്ചി എന്ന് മാലതി. അതിലെന്താ സംശയം? അവൾ ഏറിയാൽ ഒരു 2 ആഴ്ച അതിനകം തട്ടിപ്പോകുമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മാലതി. നീ മറ്റു വിവരങ്ങൾ പറയും മാലതി എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാലതി പറയുകയാണ് ഇന്ദ്രജയോട്. അങ്ങനെ മാലതി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മായമ്മ എത്തിയത്. ഓ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഏത് സമയവും ഫോണിൽ തന്നെയെന്ന് മായമ്മ വിചാരിക്കുകയും മാലതിയെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. മാലതി മായമ്മയെ കണ്ടപാടെ ചേച്ചി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണും വെച്ചു. എന്താടി മറ്റുള്ളവർ ഫോണിൽ സംസാരിക്കുമ്പോൾ മുന്നിൽ വന്ന് വായും പിടിച്ച് നിൽക്കുന്നത് എന്ന് മാലതി പറയുമ്പോൾ മായമ്മ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് മേഡം. കാര്യം പറയുന്നത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഫോണിൽ സംസാരിച്ചത് നീ കേട്ടോ എന്ന് മാലതി. ഞാൻ കുറച്ച് കേട്ടു എന്ന് മായമ്മയും പറയുന്നു. കേട്ടോ? നിന്നോട് ആര് പറഞ്ഞു കേൾക്കാൻ എന്ന് മാലതി ചോദിക്കുമ്പോൾ അറിയാതെ കേട്ടതാണെന്ന് മായമ്മ. കേട്ടത് നീ ഇവിടെ ആരെങ്കിലും പറയുമോ എന്ന് മാലതി ചോദിക്കുമ്പോൾ മായമ്മ പറയുന്നു, ഞാൻ കേട്ടു എന്നേ ഉള്ളൂ, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. അഥവാ നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മരണമായിരിക്കും, ഓർമ്മയിലിരിക്കട്ടെ എന്ന് മാലതി പറഞ്ഞുണ്ട്. എന്നിട്ട് മാലതി അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് മാലതിയോട് രാത്രി മായമ്മ ചോദിക്കുന്നു, എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, അവൾക്കാണെങ്കിൽ ഫീസ് കൊടുക്കാൻ ഒരു 5000 രൂപ എനിക്ക് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മായമ്മ.
പണ്ടേ നീ ഒരു തരികിടയാണ്, ഓരോ ഉടായ്പ പറഞ്ഞ് ഇവിടുന്ന് കാശ് മേടിക്കും എന്ന് മാലതി പറയുമ്പോൾ മായമ്മ പറയുന്നു, ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടല്ലോ. ഓ പിന്നെ ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല, നിന്റെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, ഒത്തിരി രൂപ അഡ്വാൻസ് ഉണ്ട് എന്നെ മാലതി പറയുമ്പോൾ മായമ്മ പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ മേഡം, ഒരു അത്യാവശ്യമായതുകൊണ്ടല്ലേ. നന്ദിനി മേഡം സുഖമില്ലാതെ കിടക്കുന്നുണ്ടാ ഞാൻ മേഡത്തോട് ചോദിച്ചിരുന്നു മായമ്മ. അത് ശരി, അപ്പോൾ ഞാൻ മംഗലത്തെ ഒരു അധികാരവുമില്ലാത്ത മരുമകളാണെന്നല്ലേ നീ പറഞ്ഞതിനർത്ഥം? അല്ലേടി അല്ലേ, കാണിച്ചു തരാൻ ഞാൻ നിന്റെ ഇവിടുത്തെ ചീട്ട് വെട്ടാനുള്ള നേരമായി എന്നൊക്കെ മാലതി പറയുന്നു. ഈ സമയം ജയറാം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടെ മാലതി മായമ്മയോട് സംസാരിക്കുന്നത് ജയറാം കാണുന്നു. എന്താ മാലതി, എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ജയറാം ചോദിക്കുമ്പോൾ മാലതി പറയുന്നു, ഇവളെ നനഞ്ഞിടം കുഴിക്കുകയാണ് വലിയേട്ട, അനിങ്ങയാൾ ഇവളെ ക്യാഷ് ചോദിക്കുകയാണ്, ഇപ്പോൾ 5000 രൂപ വേണമെന്ന്. ഞാൻ ശമ്പളം അഡ്വാൻസായിട്ട് ചോദിച്ചതാണ്, എൻ്റെ കുഞ്ഞിനെ ഫീസ് കൊടുക്കാനാണെന്ന് മായമ്മ. നീ എന്തിനാണ് നിന്റെ മകളെ CBSE സ്കൂളിൽ ചേർത്തത്? വല്ല സർക്കാർ സ്കൂളിൽ ചേർത്താൽ പോരായിരുന്നോ എന്നൊക്കെ മാലതി. എന്താ മാലതി നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ജയറാം. കുട്ടി ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമില്ലേ എന്ന് ജയറാം. നന്ദിനി മേഡത്തോട് ചോദിച്ചെങ്കിൽ എനിക്ക് ക്യാഷ് തന്നേനെയായിരുന്നു. സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ചോദിക്കും സാർ എന്നൊക്കെ മായമ്മ പറയുന്നുണ്ട്. നന്ദിനി വാരിക്കോരി തരും, അതിൽ അവൾക്കെന്താ, ക്യാഷ് ചെമ്പകമംഗലത്തിൻ്റെതല്ല എന്ന് മാലതി വിചാരിക്കുന്നു. മായമ്മയ്ക്ക് ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടതെന്ന് ജയറാം ചോദിക്കുമ്പോൾ മായമ്മ തേനൂറുന്ന വിളി എനിക്ക് മാലതി മനസ്സിൽ വിചാരിക്കുന്നു. 4250 രൂപയാണ് ഫീസ്, എനിക്ക് ഒരു 5000 രൂപ കിട്ടണം സാർ എന്നൊക്കെ മായമ്മ പറയുന്നു. വല്യേട്ടനോട് നീ ക്യാഷ് ചോദിക്കരുത്, ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് കാശ് കൊടുക്കുന്നത് നന്ദിനിയെടുത്തിയാണെന്ന് മാലതി പറയുന്നു. അത് സാരമില്ല, കാശ് ഞാൻ കൊടുക്കാമെന്ന് ജയറാം. 10,000 രൂപയുണ്ട്, കൊണ്ടുപോയി കുഞ്ഞിന് ഫീസ് അടയ്ക്കെന്ന് ജയറാം പറയുന്നു. 10,000 എന്ന് മാലതി എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അയ്യോ സാർ, ഇത്രയും രൂപ ഒരുമിച്ച് തന്നാൽ കടം വീട്ടാൻ ഒരു 2-3 മാസം പിടിക്കുമെന്ന് മായമ്മ പറയുന്നു. കടത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഇത് ഒരു അത്യാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണെന്ന് ജയറാം. ഈ ലോകത്തെല്ലാവരും പരസ്പരം കടപ്പെട്ടാണ് ജീവിക്കുന്നത്. ദേ ചെന്ന് കുട്ടിയുടെ ഫീസ് വേടിക്കേ എന്നൊക്കെ പറഞ്ഞ് ജയറാം മായമ്മയ്ക്ക് ആ കാശ് കൊടുത്തു. ദേ അവിടെ ചെന്ന് ഒരു മുറിയുണ്ട്, അവിടെ കിടന്നോളൂ എന്നൊക്കെ ജയറാം പറയുകയും മായമ്മ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാലതി ദേഷ്യത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. 5000 ചോദിച്ചപ്പോൾ 10,000, ഇത് കാര്യം വേറെയാണ്. ബെസ്റ്റ്, ഈ വലിയേട്ടൻ ആള് കൊള്ളാലോ. തണുത്ത് വിറച്ച് കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് കൊടുക്കുന്നു, മകളെ പഠിപ്പിക്കാൻ കാശ് കൊടുക്കുന്നു, ഇത് ലക്ഷ്യം വേറെയാണ്. നന്ദിനി ഇട്ടേച്ച് മാർദ്ധയുടെ പുറകെ പോയ ആളാണിത്. ഇപ്പോൾ നന്ദിനിക്ക് വയ്യാണ്ടായപ്പോൾ വേലക്കാരുടെ പുറകെയും. എൻ്റെ ജയറാമ ഭയങ്കര എനിക്ക് മാലതി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വൈശാഖ് ഇന്ദ്രജിയുടെ വീട്ടിൽ നിൽക്കുന്നു. നമ്മുടെ പ്ലാനിങ് എല്ലാം വളരെ സക്സസ് ആവുന്നു, പക്ഷേ തീരെ സ്ലോ ആണ് എന്നൊക്കെ ഇന്ദ്രജ. നമ്മൾ നന്ദിനി ഒറ്റയടിക്കലല്ലോ പതിയല്ലേ രോഗിയാക്കുന്നത്. വാള് കണ്ടെത്താൻ മീനാക്ഷി കാർത്തിയുമായി പിണക്കി ഇവിടെ എത്താനുള്ള ഓപ്പറേഷൻ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടൈം 21 days ആണ്. അപ്പോൾ എല്ലാം സ്ലോ ആയിട്ട് നടക്കൂ എന്ന് വൈശാഖ്. വാള് അവിടെ നിന്ന് എടുക്കണം, അതാണ് നമ്മുടെ സുപ്രധാനമായ ലക്ഷ്യം എനിക്ക് ഇന്ദ്രജ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നു. ഇന്ദ്രജി, ഞാൻ ഇവിടുന്ന് മാറണോ എന്ന് വൈശാഖ് ചോദിക്കുന്നു. എന്തിനെ, നീ അവിടെ നിൽക്ക്, ഏത് കോടാലിയാണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് ഇന്ദ്രജ. എന്നാൽ വരുന്നത് മാലതിയാണ്. അയ്യോ ആരത്, അപാര സർപ്രൈസ്, നോക്കട ആരാ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു. അത് ശരി, ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എന്നിട്ട് ഈ ചേച്ചിയോട് നുണ പറഞ്ഞു എന്നൊക്കെ വൈശാഖ്. ഇവനും ഇവളും തമ്മിൽ മുടിഞ്ഞ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, എന്നിട്ട് ഇവനെന്നോട് കള്ളം പറഞ്ഞു എന്ന് മാലതി വിചാരിക്കുന്നു. ഇതെന്താ ആങ്ങളെയും പെങ്ങളും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ചേച്ചി അനിയനെയും അനിയൻ ചേച്ചിയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ഇന്ദ്രജ. ഇല്ല ചേച്ചി, ഇവിടെ വരാനുണ്ടെന്ന് ഇവൻ എന്നോട് ഒരിക്കൽ കൂടെ പറഞ്ഞിട്ടില്ല എന്ന് മാലതി പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.